ഇതാകുമ്പോൾ വെന്റിലേറ്റഡ് സീറ്റ്, 360 ഡിഗ്രി ക്യാമറ, വലിയ മ്യൂസിക് സിസ്റ്റം, തിയേറ്റർ പോലത്തെ സൗണ്ട് ക്വാളിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നു. പിന്നെ അവർക്ക് ഓൾറെഡി ഒരു പ്രൂവൺ വണ്ടിയാണ്. പക്ഷെ ഇതിന് ഇത്രയും റേഞ്ച്, അതിനാക്കൂടെ എനിക്ക് തോന്നുന്നത് ധനുഷ്കോടി അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പിന് ആക്കൂടെ ഒരു 1500, 2000 അടിയിലെ ഒരു ഫ്യൂവൽ എന്നുള്ള രീതിയിൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇന്ന് നമ്മുടെ ഉള്ള ടാറ്റ കേവ് EV ആണ്. ഇതൊരു കൂപ്പെ SUV ആണ്. കൂപ്പെ SUV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റോഡ്സിന് അനുയോജ്യമായ SUVയുടെ സൗകര്യങ്ങളും ഒരു സെഡാനിൻ്റെ യാത്രാസുഖം തരുന്നൊരു വാഹനമാണ്. ഇതെൻ്റെ ഫ്രണ്ടായ യാസിൻ മുഹമ്മദിൻ്റെ വാഹനമാണ്. ഓൾമോസ്റ്റ് 7000+ കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്തിരിക്കുന്ന വാഹനമാണ്. ഇന്ന് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ഓട്ടോ തോട്ട്സ് ബൈ ഷിൻസ്. അപ്പോൾ യാസിൻ ബ്രോ, വൈ ടാറ്റ, വൈ EV? ടാറ്റയിലേക്ക് ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ടാറ്റയുടെ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ ഹാരിയറാണ്. ടാറ്റ ഹാരിയർ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഡീസലായിരുന്നു. അത് അത്യാവശ്യം മൈലേജ് കുറവുള്ള വണ്ടിയാണ്. അറൗണ്ട് ഒരു 12 കിലോമീറ്റർ 13 കിലോമീറ്റർ ഒക്കെയാണ് എനിക്ക് ഇവിടുത്തെ സിറ്റി യൂസിൽ വന്നുകൊണ്ടിരുന്നത്. എനിക്ക് അതുപോലെ ഓട്ടം ഉണ്ട്. എനിക്ക് എങ്ങനെ പോലും മാസം ഒരു 3000 കിലോമീറ്റേഴ്സൊക്കെ മിനിമം ഓട്ടം ഉള്ള ടൈമിലാണ് നമ്മൾ ടിയാഗോ EVനെ കുറിച്ച് ചിന്തിക്കുന്നത്. ടിയാഗോ EV ഇനീഷ്യലി ഞാനല്ല എടുത്തത്. എൻ്റെ സിസ്റ്റർ ഒരു ടിയാഗോ EV വാങ്ങിച്ചു, അത് ഓടിച്ചു. അതിൻ്റെ ഒരു ഫണ്ണും അതിൻ്റെ ഒരു പവറും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ലോക്കൽ ഓട്ടത്തിന് ഒരു വണ്ടി എന്നുള്ള രീതിയിൽ, ഒരു വലിയ വണ്ടി ഹാരിയർ ലോങ് പോകാൻ വേണ്ടിയും ഒരു ചെറിയ വണ്ടി ടിയാഗോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ടിയാഗോയിലേക്ക് എത്തിയത്. ടിയാഗോ എടുത്തിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 1 വർഷമായി. ടിയാഗോ 1 വർഷം കൊണ്ട് അറൗണ്ട് 50,000 കിലോമീറ്റേഴ്സ് ഓടിച്ചു. ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഒരു EV വണ്ടി നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കുമ്പം അതിന് കംപ്ലയിൻറ്റ് വരും, അതിന് റേഞ്ച് കിട്ടും, അത് കയറ്റം കയറും, അങ്ങനെ പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് ഒരു ലാസ്റ്റ് ഒരു 50,000 കിലോമീറ്റേഴ്സിൽ ഞാൻ വണ്ടി ഓടിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്തു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അപ്പം കുറച്ചും കൂടെ വലിയ വണ്ടി വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ, കുറച്ചും കൂടെ റേഞ്ചുള്ള വണ്ടി വാങ്ങിക്കണം എന്നുള്ള രീതിയിലാണ് പിന്നെ നമ്മൾ കേവിലേക്ക് എത്തുന്നത്. ഈ ഇലക്ട്രിക് ഓടിച്ചതിന് ശേഷം എനിക്ക് പിന്നെ ഹാരിയറോ കാര്യങ്ങളോ ഒന്നും ഓടിക്കാൻ പറ്റുന്നില്ല. കാരണം ഫ്യൂവൽ അടിക്കേണ്ട എക്സ്പെൻസും പിന്നെ അതുപോലെ ഓടിക്കാനുള്ള വൈബ്രേഷനും കാര്യങ്ങളും എല്ലാം ഇലക്ട്രിക്കിൽ ഇല്ല എന്നുള്ളൊരു ഫീലും, അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലായിട്ട് എനിക്ക് തോന്നിയപ്പോൾ പിന്നെ ഒരു EV എന്തൂസിയാസ്റ്റ് എന്നുള്ള രീതിയിൽ പുതിയൊരു കാർ നോക്കി. അങ്ങനെ പഞ്ചിലേക്ക് നോക്കി. പഞ്ചായിരുന്നു ആദ്യം കൺസിഡർ ചെയ്തത്. പിന്നെ പഞ്ച് കൺസിഡർ ചെയ്തു. കുറച്ച് നാളെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് കുറച്ചും കൂടെ പൈസ എനിക്ക് വന്നപ്പോൾ ഞാൻ ഓർത്ത് MG-ZS EV എടുക്കാമെന്ന് കരുതി. MG-ZS EV ബുക്ക് ചെയ്ത് ഒരു 3 മാസം വെയിറ്റ് ചെയ്ത് വണ്ടി വരുന്ന ടൈം ആകുമ്പോഴേക്കാണ് കേവ് ഇറങ്ങിയത്. പിന്നെ കേവിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടു. അങ്ങനെയാണ് കേവിലെത്തിയത്. ഇപ്പം എത്ര നാളായി ബ്രോ വണ്ടി എടുത്തിട്ട്? ഇപ്പം ഈ വണ്ടി എടുത്തിട്ട് ഓൾമോസ്റ്റ് നമ്മളൊരു 45 ഡേയ്സ് 50 ഡേയ്സ് അടുത്താവുന്നുണ്ട്. ഇപ്പം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7500 കിലോമീറ്റേഴ്സ്, ഇപ്പം 7500 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു മാസം കൊണ്ട് ഞാനിപ്പോൾ ഇതുമായിട്ടൊന്ന് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പം ഈ മാസം കൊണ്ട് തന്നെ എനിക്കൊരു തോന്നുന്നു ഒരു 10-20,000 കിലോമീറ്റർ ഈ വണ്ടി ഒരു നെക്സ്റ്റ് ഒരു 10-20 ദിവസം കൊണ്ട് ഓടി തിരിച്ചു വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരു 20,000 കിലോമീറ്റർ ഓടോമീറ്ററിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് ബ്രോയ്ക്ക് ഈ വണ്ടി എടുത്തതിന് ശേഷം ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താ ഈ വാഹനത്തിൽ? ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ഈ വണ്ടി എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ റേഞ്ചാണ്. നമ്മുടെ ടിയാഗോ എടുത്ത സമയത്ത് ടിയാഗോയ്ക്ക് 315 റേഞ്ച് പറയായിരുന്നെങ്കിലും ഒരു 200-150 കിട്ടുന്നത്. എന്നാലും ആ റേഞ്ച് വെച്ച് ഞാൻ ബാംഗ്ലൂരും തിരുവനന്തപുരം അങ്ങനെയൊക്കെ യാത്രകൾ പോകാറുണ്ടായിരുന്നു ചാർജ് ചെയ്ത്. ഈ വണ്ടി എടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഞ്ചാണ് 580 റേഞ്ചൊക്കെയാണ് കമ്പനി പറയുന്നത്. 420 സാധാരണ ഒരു ആവറേജ് ഓടിക്കുന്ന ആൾക്കാർക്ക് കിട്ടുമെങ്കിലും നമ്മളിപ്പോൾ കുറേ നാളായിട്ട് EV ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും എങ്ങനെ EV ഓടിച്ച് കഴിഞ്ഞാൽ മാക്സിമം റേഞ്ച് കിട്ടും എന്നുള്ളൊരു ഐഡിയ ഉള്ളതുകൊണ്ടും അറൗണ്ട് ഒരു 530 കിലോമീറ്ററാണ് എനിക്ക് ടോപ്പ് കിട്ടിയേക്കുന്ന റേഞ്ച്. പക്ഷേ നമ്മുടെ ഒരു എപ്പോഴും നമുക്കങ്ങനെ സ്മൂത്തായിട്ട് കാല് തടവി ഓടിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ചില സമയത്ത് നല്ല പവറിൽ ഓടിക്കും. അങ്ങനെ ഓടിക്കുമ്പോഴേ അറൗണ്ട് ഒരു 450 റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് തോന്നിയത് ഇതിൻ്റെ റേഞ്ച് തന്നെയാണ്. പിന്നെ 5 സ്റ്റാർ സേഫ്റ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു സേഫ്റ്റി ഫീലും കംഫർട്ടും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ്, വെന്റിലേറ്റഡ് സീറ്റ് ആണെങ്കിലും മ്യൂസിക് സിസ്റ്റം ആണെങ്കിലും അത്യാവശ്യം എല്ലാം വേണ്ട അത്യാവശ്യം എല്ലാ ഫീച്ചറും ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് കേവ് EVയിൽ ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും വലിയ. ഇപ്പം അടുത്ത ഔട്ട് ഓഫ് സ്റ്റേറ്റ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഞാനിപ്പോൾ കൊടൈക്കനാൽ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗോവ പോയായിരുന്നു.
പിന്നെ അങ്ങനെ ചില യാത്രകൾ. ഇനി അടുത്ത ദിവസം ഊട്ടിയിൽ പോകുന്നുണ്ട്. ഊട്ടിയിൽ പോകുന്നുണ്ട്. ഫാമിലി ആയിട്ടുള്ള ട്രാവൽ എങ്ങനെയാണ്? ധനുഷ്കോടി പോയിട്ടുണ്ടായിരുന്നു. ഫാമിലി ആയിട്ടാണ് ഞാൻ ധനുഷ്കോടി പോയിട്ടുണ്ട് അല്ലേ? അതെ, ധനുഷ്കോടി അതിന്റെ വീഡിയോസ് ബ്രോയുടെ യൂട്യൂബ് ചാനലിൽ തന്നെയാണെന്ന് ഉണ്ട്. യൂട്യൂബ് ചാനലല്ല കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലാണ്. ബ്രോന്നൊക്കെ വിളിക്കുമ്പോഴേ എന്റെ അളിയാ ബ്രോന്നല്ലാണ് അളിയാതെ വിളിക്കാൻ പറ്റും. അളിയാതെ വിളിക്കാനാണ് ശീലം. പക്ഷേ ഈ ബ്രോന്നല്ല വേറെ എന്ത് വിളിക്കുന്നത്? ബ്രോന്ന് കണ്ടു പോലും ഇല്ല. ഇല്ല, ഇതേ ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഇവൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ പറയുന്നത്. കളയണ്ട, കട്ട് ചെയ്യണ്ട. എന്താണ് അത് നിന്റെ ധനുഷ്കോടി പോയി ഫാമിലി ആയിട്ട് പോയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതാണ്. ധനുഷ്കോടി എന്ന് പറഞ്ഞൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ദൂരമുള്ള സ്ഥലമാണ്. നമ്മുടെ എറണാകുളത്ത് നിന്ന് നോക്കുവാണെങ്കിൽ ദൂരമുള്ള സ്ഥലമാണ്. എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇവിടുന്ന്? അത് അറിയില്ല, എന്നാലും ഒരു 600-700 കിലോമീറ്റർ, 500 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. മൂന്നാർ വഴിയൊക്കെയാണ് പോകുന്നത്. അത്രയും വഴികളൊക്കെ പോകുമ്പോൾ ചാർജിങ് സ്റ്റേഷൻ കുറവാണ്. അതിനിടയ്ക്ക് നിങ്ങൾ എത്ര തവണ ചാർജ് ചെയ്യേണ്ടി വന്നപ്പോൾ? അധികം ചാർജ് ചെയ്യേണ്ടി വന്നില്ല. എറണാകുളത്ത് നിന്ന് ചാർജ് ചെയ്തു, മൂന്നാർ എത്തി. മൂന്നാർ ചാർജ് ചെയ്യണമെന്നാണ് കരുതിയത്. മൂന്നാർ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് 60% ഉണ്ടായിരുന്നു. ചാർജ് ചെയ്യേണ്ടി വന്നില്ല. മൂന്നാർ പൂപ്പാറയൊക്കെ ഇറങ്ങി താഴെ നമ്മള് 60% മൂന്നാർ എത്തി. താഴെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് 70%. ചാർജ് തിരിച്ചു കയറി. പിന്നെ ആ ചാർജ് വെച്ച് നമ്മൾ മധുരയിൽ പോയപ്പോഴും ഓൾമോസ്റ്റ് ഒരു 40% ബാക്കിയുണ്ട്. പിന്നെ മധുരൈ കഴിഞ്ഞ് പിന്നെ ധനുഷ്കോടിയിലേക്ക് എത്താനുള്ള ചാർജ് ഉണ്ടെങ്കിലും പോയി തിരിച്ചു വരാനുള്ളതും പിന്നെ ഫാമിലി ആയിട്ട് പോകല്ലേ. അപ്പൊ നമുക്ക് അത്ര റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരു ഹോട്ടലിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു 40 മിനിറ്റ്സ് കുത്തിയിട്ടിട്ടുണ്ടാവും. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാക്കൂടെ എനിക്ക് തോന്നുന്ന ധനുഷ്കോടി അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പിന് ആ കൂടെ ഒരു 1500, 2000 റുപ്പീസിന്റെ അടിയിലെ ഒരു ഫ്യൂവൽ എന്നുള്ള രീതിയിൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതേസമയം ഞാനിപ്പോൾ ഹാരിയർ ആയിട്ട് പോവാണെങ്കിൽ പോയി തിരിച്ചുമ്പോൾ ഒരു 10,000 രൂപയുടെ ഡീസൽ അടിക്കേണ്ടി വരും. അതാണ് എനിക്ക് തോന്നിയ അഡ്വാൻറ്റേജ്. 10,000 രൂപയ്ക്ക് ഡീസൽ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഇടയ്ക്ക് ഒരു 40 മിനിറ്റ് ഗ്യാപ്പ് ചിലപ്പോൾ ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കുന്ന മനുഷ്യരല്ലേ. ആ ഫുഡ് കഴിക്കുന്ന സമയം ഇങ്ങനത്തെ ഒരു ഏരിയ നോക്കി പ്ലാൻ ചെയ്താൽ മാത്രം മതി. അങ്ങനെ നോക്കുന്നവർക്ക് അതൊരു വലിയൊരു പ്രോഫിറ്റ്. ഇത് ചാർജിങ് ടൈം എത്രയാണ് എടുക്കുന്നത്? നോർമലി വീട്ടിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 7 മണിക്കൂർ കൊണ്ട് വണ്ടി ഫുൾ ചാർജ് ആവുന്നുണ്ട്. അതല്ല നമ്മളിപ്പം ഡിപ്പെൻസ് ഓൺ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. ചില ചാർജിങ് സ്റ്റേഷൻ 60 കിലോവാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. 30 കിലോവാട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 80, 100 അങ്ങനെ. ഇപ്പൊ ഒരു 60 കിലോവാട്ട് ചാർജിങ് സ്റ്റേഷനിലാണെങ്കിൽ ഒരു 40 മിനിറ്റ് കൊണ്ടൊക്കെ 10 to 80% എത്തും, ഈസി ആയിട്ട് എത്തും. പിന്നെ മറ്റേ ചാർജിങ് സ്റ്റേഷൻ 25 കിലോവാട്ടൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ ആ റേഞ്ച് ആയിരിക്കും എത്തുന്നത്. ഓക്കെ. ഇതിന്റെ ബൂട്ട് സ്പേസ് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് ഭയങ്കര വലിയ ബൂട്ട് സ്പേസ് ആണ് ഈ സെഗ്മെന്റിലെന്ന് പറഞ്ഞത്. ബ്രോ ഇപ്പോൾ ഈ ധനുഷ്കോടി പോയപ്പോഴാണെങ്കിലും നിങ്ങൾ എല്ലാവരും ലഗേജും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഇതിനകത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് അധികം ലഗേജ് ഒന്നും ഇല്ലായിരുന്നു പോകാൻ വേണ്ടി. ബൂട്ട് സ്പേസ് അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഒരാളെയൊക്കെ കൊന്നിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് പോകാനുള്ള സ്പേസ് ഉണ്ടെന്നാണ് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പൊ യാസിം ബ്രോ കേവ് EV എടുത്തു, അതിനുശേഷം മഹേന്ദ്ര BE6 കൊണ്ടുവന്നു. എന്ത് തോന്നുന്നു? ഇപ്പോൾ വിഷമം തോന്നുന്നുണ്ട്? അത് റേഞ്ച് കൂടുതൽ പറയുന്നുണ്ടോ വണ്ടിക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ BE6 ഇറങ്ങുന്നത്. അപ്പൊ അതിന്റെ വില കേട്ടപ്പം സത്യത്തിൽ എനിക്ക് വിഷമം വന്നു, നെഞ്ച് തകർന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഈ പൈസക്ക് ഈ വണ്ടി വന്നു, ഇത്രയും ഫീച്ചർ ഉള്ള വണ്ടിയാണ് എന്നുള്ള രീതിയിൽ. പിന്നെ ഞാനൊന്ന് ചിന്തിച്ചു നോക്കി. കാരണം ഞാൻ ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു 6 മാസം മുമ്പ്. ആദ്യം പഞ്ച് ബുക്ക് ചെയ്യുന്നു. പഞ്ച് ബുക്ക് ചെയ്ത് പഞ്ചിൽ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് പിന്നെ ടിയാഗോയിൽ നിന്ന് വലിയൊരു റേഞ്ച് വ്യത്യാസം ഫീൽ ചെയ്യാത്തതുകൊണ്ട് പിന്നെ പഞ്ചിലേക്ക് ഞാൻ പോയില്ല. അതിനുശേഷം MG ZSEV ബുക്ക് ചെയ്തു. MG ZSEVയുടെ X8 Pro എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ബുക്ക് ചെയ്തത്. ബ്ലാക്ക് കളറായിരുന്നു വണ്ടി ബുക്ക് ചെയ്തത്. ബ്ലാക്ക് കിട്ടാൻ വൈകും എന്നുള്ളത് കൊണ്ട് തന്നെ 3 മാസം ഞാൻ MG ZSEVക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. 3 മാസത്തിന് ശേഷം വണ്ടി നമ്മുടെ ഷോറൂമിൽ എത്തി കഴിയുമ്പം എന്നെ ഇങ്ങനെ ഇതിന്റെ ലോഞ്ചിന് വേണ്ടി വിളിക്കുന്നു. ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു, X8 Proനും ഇതിനും ഓൾമോസ്റ്റ് സെയിം വില തന്നെയാണ് വരുന്നത്. ഓൾമോസ്റ്റ് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഞാൻ ആദ്യം ബുക്ക് ചെയ്ത വേരിയന്റ് ആയിട്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ടോപ്പ് വേരിയന്റ് ആയിട്ട് ഞാൻ നോക്കുമ്പോൾ 1 ലക്ഷം രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഞാൻ ഓർത്ത് എന്തിനാണ് അത് എടുക്കേണ്ടത്? അതിനകത്താണെങ്കിൽ ORVM അടയ്ക്കാൻ പറ്റുന്ന പോലത്തെ അതുപോലും അല്ല. ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഇതാകുമ്പോൾ വെന്റിലേറ്റഡ് സീറ്റ്, 360 ഡിഗ്രി ക്യാമറ, വലിയ മ്യൂസിക് സിസ്റ്റം, തിയേറ്റർ പോലത്തെ സൗണ്ട് ക്വാളിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നു. പിന്നെ അവർക്ക് ഓൾറെഡി ഒരു പ്രൂവൺ വണ്ടിയാണ്. പക്ഷെ ഇതിന് ഇത്രയും റേഞ്ചും അതെങ്ങനെ പോയാലും ഒരു 330 കിട്ടുന്ന സമയത്ത് ഇത് ഈസി ആയിട്ട് ഒരു 400 പ്ലസ് കിട്ടുന്നുണ്ട്. ഒറ്റയടിക്ക് 100 കിലോമീറ്ററും കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെ കേവ് ആദ്യം പോയി ബുക്ക് ചെയ്യുന്ന ആള് ഞാനാണ്. പക്ഷെ ഈ കളറ് കിട്ടാൻ പിന്നെ ഡിലേ. എത്ര നാൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു? വെയിറ്റിംഗ് പീരീഡ് ബാക്കി വണ്ടികളൊക്കെ പെട്ടെന്ന് കിട്ടുമായിരുന്നു. എന്റെ വണ്ടിക്ക് ഈ കളർ കിട്ടാൻ ഭയങ്കര ഡിലേ ആയിരുന്നു. ഞാൻ ബുക്ക് ചെയ്ത് 3 മാസം വീണ്ടും വെയിറ്റ് ചെയ്തു. അപ്പം എന്റെ ഓൾമോസ്റ്റ് ഒരു 7-8 മാസം അതിൽ പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഈ മഹേന്ദ്ര BE6 വരുന്നതും ഞാൻ ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് മഹേന്ദ്ര BE6
നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ബാംഗ്ലൂർ പോയ സമയത്ത് ഞാൻ ചാർജിങ് ഇടുന്ന സമയത്ത് തന്നെ D6 എൻ്റെ ഒപ്പം സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ കയറി എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി അന്നേ കിടിലൻ വണ്ടിയായിരിക്കും, അത്രയും ബാറ്ററി ബാക്ക് ഇതിനേക്കാളും വലുതായിരിക്കും, അത്രയും റേഞ്ച് കിട്ടും എന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നെയും B6 വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും B6 ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഫെബ്രുവരി 24 സ്റ്റാർട്ട് ചെയ്യും. ഈ ഫെബ്രുവരിയിൽ ബുക്ക് ചെയ്ത് തന്നെ ചിലപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ മഹേന്ദ്ര ചിലപ്പോൾ വണ്ടി തരാം, ചിലപ്പോൾ 1.5 വർഷം 2 വർഷമൊക്കെ ചിലപ്പോൾ മഹേന്ദ്ര പറയായിരിക്കും. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ 1 മാസം കൊണ്ട് 7,000 കിലോമീറ്റർ ഓടുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 70,000 രൂപ ഞാൻ ലാഭിച്ചിട്ടുണ്ടാവും. ഒരു 10 കിലോമീറ്റർ ഓടുന്ന പെട്രോൾ വണ്ടിയായിട്ട് നോക്കുമ്പോൾ. അങ്ങനെ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഞാൻ എത്ര ഒരു 7 ലക്ഷം രൂപ 10 മാസം അതെടുക്കണം, അത്രയും സേവ് ലാഭിച്ചിട്ടുണ്ടാവും. പിന്നെ അതുകൊണ്ട് എനിക്ക് അത്ര വിഷമമില്ലായിരുന്നു. പക്ഷെ ഏറ്റവും സന്തോഷമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതിന്റെ റേറ്റ് വന്നപ്പോൾ ഞാൻ ഓർത്ത്, എപ്പോഴും മഹേന്ദ്രയുടെ ഒരു പരിപാടിയാണ്, ഒരു വണ്ടി ഇറക്കുമ്പോൾ ബേസ് മോഡൽ എന്ന് പറഞ്ഞൊരു സാധനം ചുമ്മാ ആരും വാങ്ങിക്കാത്തൊരു സാധനം. ഇപ്പൊ ഉള്ളിലൊന്നുമില്ല, ഒരു സംഭവം ഇല്ലാത്തൊരു സാധനം ഒരു ചെറിയ പ്രൈസിന് അവര് കൊണ്ടുവരും. ഒരു മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി അവരുടെ പരിപാടിയാണ്. ആരും വാങ്ങിക്കാറില്ല വണ്ടി. എല്ലാവരും നമ്മളിപ്പോ നോക്കുമ്പോൾ 12 ലക്ഷം രൂപയ്ക്ക് താർ ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആരാ 12 ലക്ഷം രൂപയുടെ താർ വാങ്ങിക്കുന്നത്? 32-31 ലക്ഷം രൂപ വരും. അങ്ങനെ ഇതിന്റെ പ്രൈസ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. ഞാൻ ഓർത്തതിനേക്കാൾ ഒരു 2 ലക്ഷം രൂപയെ കൂടുതൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാനിപ്പം നോക്കിയപ്പോ കണ്ടത് 27 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡ് വരുമ്പോൾ 31-32 ലക്ഷം രൂപ, ഒരു 10 ലക്ഷം കൂടുതലാണ് ഈ വണ്ടി വെച്ച് നോക്കുമ്പോൾ. അപ്പം എനിക്ക് ഇനി ആ വണ്ടി ഇപ്പൊ അന്ന് ആ ടൈമിൽ ഇറങ്ങിയാൽ പോലും ആ പൈസക്ക് എടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റൂല. പൈസ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ ആ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ടൈമിൽ there is other options, BYD അതുപോലെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഓരോ കാറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴും ഇത് ഭയങ്കര ടെക്നോളജിയാണ്. ഇപ്പൊ നമ്മള് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇറങ്ങും, കറക്റ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മള് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയത് വാങ്ങിക്കാന്ന്. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെക്നോളജി വേറെ വരും, വേറെ സാധനങ്ങൾ വരും, ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. റൈറ്റ് നോ നമ്മുടെ ആവശ്യം ഓടുക, എക്സ്പീരിയൻസ് ചെയ്യുക. സംബന്ധിച്ച് 1.5 മാസം കൊണ്ട് 7,000 കിലോമീറ്റർ ഓടിയെന്നുണ്ടെങ്കിൽ അത് ഇനി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോയ്ക്ക് പിന്നെ എക്സ്പെൻസ് ആവുന്നുണ്ടാവും. ഇത് ഇപ്പൊ ഈ 7,000 കിലോമീറ്റർ ഓടിയത് തന്നെ ഭയങ്കര ലാഭമാണ്. ഓക്കെ ബ്രോ. അപ്പോൾ യാസിൻ ബ്രോ, ഇത് ടാറ്റയില് ഓൾറെഡി സർവീസിനെ പറ്റി ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ബ്രോ 3ാമത്തെ വണ്ടിയാണ് ടാറ്റയുടെ ഉപയോഗിക്കുന്നത്. എങ്ങനെയുണ്ട് സർവീസിന്റെ ഇഷ്യൂസും അല്ലെ സർവീസ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ബ്രോയുടെ? സർവീസ് ശോകമായിരുന്നു. പണ്ട് ഹാരിയറൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഗോകുലത്തിലാണ് സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്. അവരെയും കുറ്റം പറയാൻ പറ്റൂല. ടാറ്റയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെറ്റ് പെരുക്കും വണ്ടികൾ കുറെ. പക്ഷെ അത് മേയ്ക്കാനായിട്ടുള്ള സർവീസ് സ്റ്റേഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് ടാറ്റയുടെ ഏറ്റവും വലിയ അപാകത അന്നുണ്ടായിരുന്നത്. നമ്മൾ ഒരു സർവീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്യൂ ഇരിക്കണം. നമ്മുടെ വണ്ടിയെ മറ്റേ കൊച്ചുങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും ക്യൂ ഉണ്ടാവില്ല. അതേപോലെ ഇങ്ങനെ ക്യൂ നിൽക്കണം. ഇങ്ങനെ ക്യൂ നിന്ന് സ്ലിപ്പൊക്കെ എടുത്താണ് നമ്മൾ വണ്ടി സർവീസ് ചെയ്യാൻ നിൽക്കേണ്ടത്. അപ്പൊ അത് കുറച്ച് സീനായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കംപ്ലൈൻസ് ഒക്കെ ഹാരിയറിൽ വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ മേജർ കംപ്ലൈൻസും മേജർ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ചെറിയ കംപ്ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് സോർട്ട് ഔട്ട് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. നല്ല സർവീസ് മോശം എന്നൊന്നും വന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഭയങ്കര തിരക്കാ. ബുക്ക് ചെയ്ത് ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് നമുക്കൊരു സ്ലോട്ട് കിട്ടുള്ളൂ. പെട്ടെന്നൊരു കംപ്ലൈന്റ് ഒരു സർവീസ് ചോദിച്ചാൽ തന്നാൽ കാണിക്കാൻ പറ്റും. പക്ഷെ ഒരു സർവീസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ഡിലേ ആയിരിക്കും. അതൊക്കെ എനിക്ക് കുറച്ച്. പിന്നെ റേറ്റ് ഇച്ചിരി കൂടുതലായിരുന്നു ടാറ്റ ഹാരിയറിന്റെ സർവീസ്. പിന്നെ അതിനുശേഷമാണ് നമ്മൾ ടിയാഗോ എടുത്തത്. ടിയാഗോ ഇലക്ട്രിക് ആയതുകൊണ്ട് വലിയ ചെലവ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്ത് വരുന്നുണ്ടായിരുന്നു? ഇപ്പൊ 50,000 കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ സർവീസ് കോസ്റ്റ് ചില സർവീസ് ഒക്കെ 100 രൂപ 80 രൂപ, ചില സർവീസ് ഒക്കെ 300 രൂപ 500 രൂപ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വണ്ടികൾ ഓടിക്കുന്നതിനേക്കാളും ഭയങ്കര വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് സർവീസ് റേറ്റ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ 30,000 കിലോമീറ്ററിന്റെ സർവീസിലോ 15,000 കിലോമീറ്ററിന്റെ സർവീസിലോ ഇത്ര 3,500 4,000 രൂപ കണ്ടു വന്നത്. മറ്റേ വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിങ്, മറ്റേ റൊട്ടേഷൻ ഒക്കെ ചെയ്യുമ്പോൾ പുറത്തുനിന്ന് അങ്ങനത്തെ പ്രൈസ് കാര്യങ്ങളാണ് വന്നേക്കുന്നത്. പിന്നെ ടിയാഗോ EVക്ക് 50,000 കിലോമീറ്റർ ഓടിയിട്ടും മാറാൻ പറ്റാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് പാഡ്സ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബ്രേക്ക് പാഡ്സ് ഒക്കെ ഇപ്പോഴും സെറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. 50,000 കിലോമീറ്റർ ഓടിയിട്ടും ബ്രേക്ക് മാറിയിട്ടില്ല. കാരണം റീജനറേഷൻ ആണ്. നമ്മൾ കാലെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മോട്ടോർ തിരിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് ബ്രേക്ക് പാഡിന്റെ യൂസ് വരുന്നില്ല. നമ്മളിപ്പോ മൂന്നാറിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നില്ല. റീജനറേറ്റ് ചെയ്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് പാഡ്സ് കാര്യങ്ങളൊന്നും അങ്ങനെ പ്രശ്നം വരുന്നില്ല. ഈ വണ്ടിയുടെ സർവീസ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ശരിക്കും ഇപ്പം സർവീസ് സെന്റർ കുറെ ഉണ്ട്. ലെക്സോൺ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്, നിപ്പോന്റെ ഗ്രൂപ്പാണ്. അപ്പം അവരുടെ സർവീസ് സെന്റേഴ്സിന്റെ നമ്മൾ സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും പ്രീമിയം ഫീലും അവരുടെ പുതിയ EV സ്റ്റോറും ഒക്കെ അത്രയും പ്രീമിയം ആയിട്ടാണ് ടാറ്റ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു അത്രയും
നെഗറ്റീവ് സൈഡ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് കിട്ടി, ടാറ്റയുടെ സർവീസ് മോശമാണെന്ന്. അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ എനിക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന് ഏറ്റവും വലിയ ടീം തന്നെയാണ് നിപ്പോൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊയോട്ടയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അവരപ്പം അത്രയും വലിയൊരു ഗ്രൂപ്പാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം ഉള്ളത് നിപ്പോണാണ്, ടൊയോട്ട നമ്മുടെ കളമശ്ശേരി ഉള്ളത്. അപ്പം അവരത്രയും സർവീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവർ നന്നായിട്ട് നോക്കുന്നുണ്ട്. കുറേ സർവീസ് സെൻറ്റർ ഉണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ സർവീസ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിക്കും സർവീസ് കോസ്റ്റ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ സർവീസ് കോസ്റ്റ് എത്ര 100 രൂപ 150 രൂപ തന്നെ വന്നിട്ടുള്ളൂ. രണ്ടാമത്തെ സർവീസ് കോസ്റ്റ് സർവീസ് കഴിഞ്ഞത് ഇപ്പൊ ഇനി 7500 സർവീസ് ഉണ്ട്, അടുത്ത ദിവസം ചെയ്യണം. അതിന് എത്ര രൂപയാവും അറിയില്ല, എന്നാലും വലിയ റേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഇതിന്റെ ബാറ്ററി പാക്ക്, ഇതിന്റെ വാറണ്ടി എങ്ങനെയാണ് പറയുന്നത്? ഇതിന്റെ ബാറ്ററി പാക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 8 years അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റേഴ്സ് ആണ്. 1,60,000 കിലോമീറ്റേഴ്സ് ആണ്. പക്ഷെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഡൗട്ടാണ്, നിങ്ങൾ ഈ ലാഭിക്കുന്നതെല്ലാം 8 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഇത്രയും കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാറ്ററി അടിച്ചു പോയി കഴിയുമ്പോൾ ഇതിന്റെ ബാറ്ററി അടിച്ചു പോയി കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയാവും എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ശരിയാണ്, ബാറ്ററിക്ക് 10 ലക്ഷം രൂപയുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം അയോൺ ബാറ്ററീസ് ആണ്. ലിഥിയം അയോൺ ബാറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2000 അല്ലെങ്കിൽ ഒരു 3000 സൈക്കിളൊക്കെ ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പം 3000 സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിളിൽ 400 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 lakh കിലോമീറ്റേഴ്സ് ഒക്കെയാണ്. കിലോമീറ്റേഴ്സ് ആണ് യൂഷ്വലി നമ്മൾ ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിഥിയം അയോൺ ബാറ്ററീസിന്റെ ലൈഫ് എന്ന് പറയുന്ന. ഒരിക്കലും ഒരു ലിഥിയം അയോൺ ബാറ്ററീസിന്റെ ലൈഫ് നമ്മുടെ ഐഫോണിന്റെ ബാറ്ററി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഐഫോണിന്റെ ബാറ്ററി ഒക്കെ ഒരു മാസം കഴിയുമ്പോൾ ഇങ്ങനെ ആവുന്നു, ഒരു വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ആവുന്നു പറയുമ്പോൾ ഐഫോണിന്റെ ബാറ്ററി എല്ലാം നമ്മുടെ വണ്ടിയിൽ ഉപയോഗിച്ചേക്കുന്നത് ലിഥിയം അയോൺ ബാറ്ററീസ് ആണ്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം അയോൺ ബാറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇതിന്റെ സെല്ലായിട്ടാണ് വരുന്നത്. ഇതിനകത്തൊരു 500 സെല്ല് ഉണ്ടാവും. 500 സെല്ലിനും കൂടെ ചേർത്താണ് 10 ലക്ഷം രൂപ വരുന്നത്. 500 സെല്ലിന് ഓരോ സെല്ലിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപയാണ്. അപ്പൊ ആ സെല്ല് മാത്രം എടുത്ത് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇത് അടിച്ചു പോയി കഴിഞ്ഞാൽ ഇത് ഫുൾ ആയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. സപ്പോസ് ഈ 8 ഇയേഴ്സിന്റെ ഉള്ളിലാണ് നമ്മൾ ഒരു സെല്ല് അടിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ അവർ ഫുൾ ആയിട്ട് അത് മാറ്റി തരുകയും ചെയ്യും. ഫുൾ ആയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് മാറും. അതിന്റെ ഇപ്പൊ EV ബാറ്ററി സെക്ഷൻ എന്ന് പറഞ്ഞ ടാറ്റയുടെ ഒരു പുതിയ സാധനം നമ്മുടെ കൊച്ചിയിൽ തന്നെ വരാൻ പോവാണ്. ഇപ്പൊ 8 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന വണ്ടികൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓരോ സെല്ലുകളായിട്ട് മാത്രമായിട്ട് മാറ്റി വെക്കാൻ പറ്റും. അപ്പം അവിടെയും സോർട്ടഡ് ഔട്ട് ആണ് കാര്യങ്ങൾ. ആൾക്കാർ യൂസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരുമ്പോൾ ഉള്ള ടൈം എടുക്കും. ഇപ്പൊ കുറെ ആൾക്കാർ മാറി ചിന്തിച്ചു തുടങ്ങി. അത് നമുക്കിപ്പോ എന്തൊരു പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാലും നമ്മൾ എതിർക്കും. മേ ബി നമ്മുടെ പ്രായത്തിലല്ല, പണ്ടത്തെ ആൾക്കാർ ഈ സീറ്റ് ബെൽറ്റിനെ എതിർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ എന്റെ ഓർമ്മയിലുള്ള കാലത്തില് പവർ ബ്രേക്ക് വന്നു കഴിയുമ്പോൾ ആൾക്കാർ പവർ ബ്രേക്ക് ഒന്നും വേണ്ട, പവർ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നിൽക്കും, പുറകിൽ വണ്ടി വന്നിരിക്കും. പിന്നെ എനിക്ക് പറയാൻ ഓർമ്മയുള്ളത് പവർ സ്റ്റിയറിംഗ്. പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി വെച്ച് വളച്ചു കഴിഞ്ഞാൽ പറഞ്ഞപ്പുറത്തെ കാട്ടി കിടക്കുന്നൊക്കെ പണ്ട ആൾക്ക്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ജെൻസി ജനറേഷൻ ചിന്തിക്കുമ്പോഴും ഒരു 5-6 കൊല്ലം മുമ്പ് ABS വന്നപ്പോഴും ആൾക്കാർ കുറ്റം പറയായിരുന്നു. ABS ഇതാണ് അതാണ്. ഇപ്പം അഡാസിനെ കുറ്റം പറയുന്നുണ്ട്, ഞാനും അഡാസിനെ കുറ്റം പറയുന്നുണ്ട്. എനിക്കും അഡാസ് ഇഷ്ടമല്ല. പക്ഷെ മേ ബി കുറച്ച് കഴിയുമ്പോൾ നമുക്കും അത് നല്ലൊരു ഫീച്ചറാണ്. എല്ലാ വണ്ടികൾക്കും അഡാസ് വന്ന് ആക്സിഡൻസ് കുറയുകയാണെങ്കിൽ അത് നല്ല ഫീച്ചറാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്ന ഒന്നാണ്. മനുഷ്യന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ മൊത്തത്തിൽ ഈ ഇത്രയും നാളത്തെ ഉപയോഗത്തിനിടയ്ക്ക് എങ്ങനെ തോന്നുന്നു? അടിപൊളി.